മോളെ മേരിക്കുട്ടിയെ, എന്താ അമ്മച്ചി? എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ. എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി. എന്നാര് പറഞ്ഞു? എന്തായാലും ശരി, എനിക്ക് കല്യാണമേ വേണ്ട. ദേവന്നെ, ഇതിന്റെ ഇടയിൽ അടങ്ങേടുണ്ടാക്കിയാലുണ്ടല്ലോ. ഞാനിപ്പോഴൊന്നും പറയണില്ല കല്യാണം വേണ്ടെന്ന്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവിടെ മൂദേവി. ടൊമാറ്റോ, ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പോന്നേ. ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞും പോയില്ലേ? ഇരിക്കണോ? രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഇരി ഞങ്ങള് വഴി ചത്തു പോകത്തേ ഉള്ളൂ. ഇരുന്നു. പിന്നെ നമ്മളെ കുറവെല്ലാം മുറിഞ്ഞു പോയി. കർത്താവ് വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിനാ? ഞങ്ങൾ ഈ പുറംപോക്കിന്ന് പോകാൻ പോകണം തോമാച്ച. ചോറ് തന്നെ. ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തേ ഉള്ളൂ. പട്ടിണി കിടന്ന്. ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. എവിടെങ്കിലും പൊയ്ക്കോ, അതാ നല്ലത്. അതല്ലേ മറിയപ്പമ്പളെ കേസ് രാജിയാക്കാൻ പറയാൻ. രാജിയാക്കണമെങ്കിൽ രാജിയാക്കാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇരി, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഈ കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അറിയേ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ, ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അതുകൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ല. അയ്യോ, ഞങ്ങൾ നിർത്തി തോമാച്ച, ഞങ്ങൾ നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം. മറിയിച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ. എന്റെ കർത്താവേ, ഒരു മാസം കഴിഞ്ഞ് ചെറുക്കൻ്റെ ഒരു കത്ത് വന്നിട്ടേ. എന്താ വേണം? ചെറുക്കന്റെ കത്ത് വന്നിരിക്കുന്നു. വന്നാ? എന്നാ ഉണ്ട് വിശേഷം? വായിക്ക്. അപ്പച്ചനും അമ്മച്ചിയും അറിയാൻ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം കഴിയാറായി. ഇപ്പോഴെങ്കിലും അവനൊന്ന് ഓർത്തല്ലോ. ഒന്ന് ചുമ്മാതിരടി. ഒരു കത്ത് പോലും നിങ്ങൾക്ക് എഴുതരുതെന്ന് എന്റെ മനുഷ്യനൊന്ന് വേഗം വായിക്ക. നീ ഒന്ന് ചുമ്മാതിരടി. കഞ്ഞി കറിയും വയ്ക്കുന്ന പോലെയാണോ കത്ത് വായിക്കുന്ന ഒരാള്? എന്നാ നീ അങ്ങോട്ട് വായിക്ക. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി യാണി എഴുതുന്നത്. മേരിക്കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാനിനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറന്നേക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവേ, ഞങ്ങൾ പഷ്ണിയായി പോകുമല്ല കർത്താവ്. നീ എന്താ വേണേ പുളിയെല്ലാം പറക്കി തിന്നുന്നത്? അയ്യോ, ഞാനെങ്ങും തിന്നില്ല. ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെരക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളി കിടപ്പുണ്ടല്ലോ. അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെൺപിള്ളേര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താടി പെണ്ണേ, കുഴപ്പം വല്ലതും പറ്റിയാ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പം വല്ലതും പറ്റിയെങ്കിലേ എന്നോട് പറ. ചെറിയ അറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ കറിയാ? തീർന്നു വരുന്നു. മനഃശോധത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. അല്ലേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്നും ചെല്ലട്ടെ, ഊട്ടിയിട്ടിട്ട് കുറെ നാളായി. എന്നാ ചെന്നേച്ചു വാ. ഊണ് ഇവിടെ കഴിക്കാം കേട്ടാ.
ഒന്നുമില്ല അമ്മച്ചി. നീ പിന്നെന്താണ് ഓക്കാനിച്ചത്? അത് പിന്നെ ഒരു പുളിച്ച തേട്ടല് പോലെ. ആ അത്രേ ഉള്ള. നീ ഇതേ അടുക്കളയിലോട്ട് ചെന്ന് 5-6 പപ്പടം കാച്ചിയെടുക്ക്. കറിയാക്കൂടെ ചോറ് കൊടുക്കണം. ആ കറിയാ വന്നത് എന്നാത്തിനാണെന്നറിയാവാ? മനസ്സുയോദ്യത്തിന്റെ ദിവസം നിശ്ചയിക്കാനാണ്. അവൻ നാട്ടുപുറത്തെങ്ങാണ്ട് നല്ലൊരു വീട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. നിന്റെ നല്ല കാലത്തിനാണ് മോളെ മത്തായി കുട്ടിയായിട്ടുള്ള കെട്ട് നടക്കാണ്ട് പോയത്. അമ്മച്ചി, ഓ ഞാനൊരു കാര്യം പറഞ്ഞാ വഴക്കിടുവോ? കാര്യം എന്താണെന്ന് പറഞ്ഞേ? എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. ദേ കണ്ട, വടക്കിടണ്ടെന്ന് പറഞ്ഞേച്ച് പറയണ കാര്യം കേട്ടില്ലേ? ഇതിന്റെ അപ്പച്ചൻ കേക്കണ്ട. അപ്പച്ചനോട് അമ്മച്ചി തന്നെ പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ തൊഴി മേടിക്കണം ഇല്ലടി? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ. കറിയായിക്ക് നീ എന്നാ കുറ്റമാണ് കണ്ടുവച്ചിരിക്കണത്? ഒരു കുറ്റവും ഇല്ല. കുറ്റമില്ലെങ്കിൽ പിന്നെ നീ അവനെ വേണ്ടാന്ന് പറയുന്ന എന്നത്തിനടി? ഒരു കാര്യമുണ്ട് അമ്മച്ചി. എന്ത് കാര്യമാണടി? ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. പറയടി പെണ്ണേ. എന്നെ വേറൊരാളെ വേറൊരാള് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഞങ്ങളാരും അറിയണ്ട. അതറിയണേ? പറയടി. ചോദിച്ചു. ആരെ? കൊച്ചു മുതലാളിയാ? കൊച്ചു മുതലാളി നിന്നോട് പറഞ്ഞാടി പെണ്ണെ നിന്നെ കെട്ടിക്കൊള്ളാന്ന്? എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. നിനക്ക് കിറുക്കാണടി പെണ്ണ്. നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലടി. ഇല്ല അമ്മച്ചി, എന്റെ ജോയിച്ചൻ എന്നെ ഒരിക്കലും പറ്റിക്കില്ല അമ്മച്ചി. അപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നോടി മോളെ? ഉണ്ടായിരുന്നു അമ്മച്ചി. എന്നാ എന്റെ പൊന്നു മോൾ ഇന്ന് മുതൽ കാണരുത് കേട്ടാ. നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ. അപ്പച്ചൻ ഇതറിഞ്ഞാ കൊന്നുകളെ. എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി. എന്താടി മോളെ, വല്ല കുഴപ്പവും പറ്റിയ? അതിന് അമ്മച്ചി എന്തിനാ പേടിക്കുന്നേ? ജോയിച്ചൻ എന്നെ കല്യാണം കഴിക്കുമല്ലോ. അതാണോടി മോളെ നീ ഓക്കാനിച്ചത്? എന്റെ മോളെ, നീ എന്നെ ചതിച്ചോടി. അമ്മച്ചി, 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 നോക്കൂ അമ്മച്ചി. എന്റെ താടി, അമ്മച്ചി, എന്റെ താടി, അമ്മച്ചി, എന്റെ താടി മറിയ ചേർത്തിയെ പറത്തി ചേർത്തി മരിച്ചു. എന്റെ കർത്താവ്.